യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ കമ്മിറ്റി അംഗവുമായിരുന്ന NS നസൂറാണ് നമ്മളോടൊപ്പം ഉള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് 20 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചു നിന്ന ആ ഒരു പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വിടവാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ ഇതൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇലക്ഷൻ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് ഒരുപാട് പേര് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ നമ്മളൊരു ആക്ഷേപമായിട്ട് ഉന്നയിക്കാറുള്ളത് സീറ്റ് വ്യാമോഹം കൊണ്ടായിരിക്കാം ഇവർ ഈ സമയത്ത് പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ പാർട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ. തീർച്ചയായും അങ്ങയുടെ ഒരു അവസ്ഥയിലും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണ് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത്? 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാർട്ടി വിടുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നത്. ഒരിക്കലും ഒരു സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകേണ്ട കാര്യമില്ല. കാര്യം, ഒരു പൊതുപ്രവർത്തകന് പാർലമെൻ്ററി രംഗം മാത്രമല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന് പഠിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനായിട്ടാണ് കഴിഞ്ഞ 26 വർഷവും ഞാൻ സജീവമായിട്ട് ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പക്ഷെ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് പ്രവർത്തകർ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നത് അതിൻ്റെ മതേതരത്വ സങ്കല്പവും അതുപോലെ തന്നെ ഐക്യവും, അതുപോലെ ആ പ്രസ്ഥാനത്തിനോട് ഈ രാജ്യത്തിന് ഉള്ള എല്ലാ തരത്തിലുമുള്ള ഒരു ആത്മബന്ധം, അവരങ്ങനെ ചിന്തിച്ചാണ് ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനും അത് വിശ്വസിച്ച് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നതും പ്രവർത്തിച്ചു വന്നതുമൊക്കെ. എന്നാൽ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് സീറ്റ് 1, 2, 3 തവണ സീറ്റിന് പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴും വളരെ സജീവമായി, സീറ്റ് പ്രഖ്യാപനം നടക്കുന്നതിൻ്റെ അന്ന് തന്നെ വളരെ സജീവമായി KPCC ആസ്ഥാനത്തെല്ലാം ഞാൻ ഉണ്ടായിരുന്നു, പിറ്റേന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സീറ്റ് നിശ്ചയിക്കുന്ന ഒരു ബോഡിയിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചപ്പോൾ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, ഇവിടെ കുറേ സർവേ റിപ്പോർട്ടുകളൊക്കെ നടന്നല്ലോ, അപ്പോൾ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ വന്ന ചർച്ച, പ്രധാനപ്പെട്ട വളരെ പരമപ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടയിൽ വന്ന ചർച്ച എന്ന് പറയുന്നത്, ഞാനൊരു മിശ്രവിവാഹിതനാണ്, ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് എന്നാൽ മതപരിവർത്തനം നടത്തിയിട്ടില്ല. കാര്യം, അങ്ങനെ ഒരിക്കലും വിവാഹം കഴിച്ച് വരുന്ന പെൺകുട്ടിയോട് മതപരിവർത്തനം പറയുക എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗവുമല്ല, അത് പിന്നെ ഒരു മതേതര കാഴ്ചപ്പാടിൻ്റെ ഭാഗവുമല്ല. സ്വാഭാവികമായി അങ്ങനെ ജീവിച്ച് വന്ന് ആളുകളാണ്. അപ്പോൾ അതിൽ കോൺഗ്രസ് പാർട്ടി അതിനെ കണ്ടെത്തിയത്, ആ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടും വിഘടിച്ചു പോകും മത്സരിച്ചാൽ എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ഏകീകരിച്ചാൽ എന്ത് സംഭവിക്കും? കാര്യം, കേരളത്തിൽ വയലാർ രവി, മേഴ്സി രവി, PT തോമസ്, ഉമാ തോമസ്, അങ്ങനെയുള്ള ഒട്ടേറെ നേതാക്കൾ, ഇപ്പോൾ CPIM-നകത്ത് എടുത്തു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസുണ്ട്, അതുപോലെ A റഹീമുണ്ട്, MP രാജേഷുണ്ട്. ഇതൊക്കെ കേരളം അക്സെപ്റ്റ് ചെയ്ത നേതാക്കളാണ്. അത് അവരുടെ ഈ വിവാഹ ജീവിതം നോക്കിയിട്ടല്ല, അതിന് നെഗറ്റീവ് മാർക്ക് ഇട്ടിട്ടില്ല, അതിന് പോസിറ്റീവ് മാർക്ക് ഇട്ടു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ അവരെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം എന്നോട് അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ചത്, എന്താണ് കോൺഗ്രസിൻ്റെ മതേതര കാഴ്ചപ്പാടെന്നുള്ളതാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജി അല്ല ഇപ്പോൾ ഉള്ള നേതാക്കൾക്കുള്ളത്. ഇപ്പോൾ ഉള്ള നേതാക്കൾക്കുള്ളത് അവരുടേതായിട്ടുള്ള സങ്കുചിത താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന ചില ന്യായങ്ങളാണ്. ആ ന്യായത്തിൽ അവർ എനിക്ക് ഇട്ട വില എന്ന് പറയുന്നത്, എൻ്റെ 25 വർഷത്തെ രാഷ്ട്രീയ കാലം, ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എൻ്റെ ജീവിത ശൈലിക്ക് അവർ ഒരു മാർക്കിട്ട് എൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ, ഇനി നാളെയല്ലോ ആ പ്രസ്ഥാനത്തിലല്ലേ ഞാൻ നിൽക്കാനുള്ളത്. ഐക്യം ഒരു പ്രധാനമാണല്ലോ, യൂണിറ്റി തന്നെ ഒരു പ്രധാന ഘടകമാണല്ലോ. മുമ്പ് AK ആൻ്റണി, K കരുണാകരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഇങ്ങനെ 2 ധ്രുവങ്ങളിൽ രാഷ്ട്രീയം നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു പ്രത്യേക വിഭാഗമായി ഇത് മാറുമെങ്കിലും ഇലക്ഷൻ സമയത്തും അതുപോലുള്ള പ്രത്യേക സമയങ്ങളിലെല്ലാം ഇവർ ഒരുമിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഈ സമയത്ത് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K സുധാകരൻ, ഇതൊക്കെ 4-5 ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്, KC വേണുഗോപാലിനെ കാണാൻ പോകുമെങ്കിൽ VD സതീശൻ അറിയാൻ പാടില്ല, VD സതീശനെ കാണാൻ പോകുമെങ്കിൽ രമേശ് ചെന്നിത്തല അറിയാൻ പാടില്ല.
ഈ ഒളിച്ചൊളിച്ച് എല്ലാവരെയും കാണുക എന്നുള്ളത്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ കാണാൻ പോകുന്ന കോൺഗ്രസ് പ്രവർത്തനം തൽക്കാലം മാറി നിൽക്കേണ്ടി വരും. കാര്യം എല്ലാവരും അവനെ പേരെടുത്ത് വിളിച്ച പ്രശ്നമാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഐക്യം എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് അവസാനിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഐഡിയോളജി തീർന്നു, ഐക്യം തീർന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടായി നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് തന്നെ ഈ കാര്യം പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തെ പിന്നെ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായത്. സ്വാഭാവികമായിട്ട് നമുക്കതൊരു നീറുന്ന ചിന്തയാണ്. നമ്മുടെ കുറേ അധികം ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടി, വീടുമായി ബന്ധമില്ലാതെ, വീട്ടുകാരുമായി ബന്ധമില്ലാതെയൊക്കെ നിന്ന് ആ സമയത്ത് പോലും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായി ഒരു സമയം പോലും മാറി നിന്നിട്ടില്ല. അത്തരത്തിൽ സജീവമായി നിന്ന നമുക്ക് അവരിട്ട അവർ കണ്ടെത്തിയ ഒരു കാരണം അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പം അങ്ങനെ മൂല്യം നഷ്ടപ്പെട്ട പ്രസ്ഥാനത്തിനകത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി പടിയിറങ്ങിയത്. അല്ല, ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യമേ അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ BJP RSSൻ്റെയൊക്കെ ഒരു ഹിന്ദുത്വ സ്വഭാവത്തെ പലപ്പോഴും ഇപ്പോൾ ഉള്ള കുറച്ച് അവസ്ഥകൾ, പ്രത്യേകിച്ച് K. സുധാകരൻ വളരെ വ്യക്തമായി തന്നെ ഞാൻ BJP-യോടൊപ്പം പോവും, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം വരെ നടത്തി പിന്നീട് പിൻവലിഞ്ഞൊരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തീവ്ര ഹിന്ദുത്വത്തെ എതിർക്കാൻ മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു വാദം ഞാൻ ഉന്നയിച്ചാൽ എന്തായിരിക്കും അങ്ങയുടെ? അതിൻ്റെ ഒരു കാരണമെന്ന് പണ്ട് കോൺഗ്രസിൽ നിന്നാൽ, കോൺഗ്രസിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഐ ഗ്രൂപ്പിൽ നിന്നാൽ, അവൻ ഐ ഗ്രൂപ്പുമായി പ്രശ്നം വന്നാൽ അവൻ നേരെ പോകുന്നത് CPM-ലേക്കല്ല, അവൻ നേരെ പോകുന്നത് A ഗ്രൂപ്പിലോട്ടാണ്. ഇനിയിപ്പോൾ A ഗ്രൂപ്പിനകത്ത് അഭിപ്രായ വ്യത്യാസം വന്നാൽ നേരെ ഐ ഗ്രൂപ്പിലോട്ട് പോകും. 2 ഓപ്ഷനുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ 2 ഓപ്ഷനുണ്ട്. ഇപ്പോൾ ആ ഓപ്ഷനില്ല. മറിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചാൽ നേരെ പോകുന്നത് CPM-ലേക്കാണ്. CPM-ലേക്ക് പോകും. കാര്യം മറ്റൊരു പാർട്ടി സംരക്ഷിക്കാനുണ്ട് എന്നുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി വിട്ടു കഴിഞ്ഞാൽ പോകാൻ മൂന്നാമതൊരു ബദലുണ്ട് കേരളത്തിൽ. അത് BJP-യാണ്. BJP-യിലേക്ക് പോകും. അപ്പോൾ ഇത് പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളതാണ്. K. സുധാകരൻ ചെയ്തത്. BJP-യിലേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് K. സുധാകരനെ പോലൊരാൾ BJP-യിലേക്ക് പോകും എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ ഹൈക്കമാൻഡ് ഒന്നിറക്കുമല്ലോ. കാര്യം അവർ അടിയന്തരമായി അപ്പോൾ തന്നെ സുധാകരനുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കും. എന്നാൽ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് എന്താണ്? അവർ BJP പോകണമെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള നിലപാടാണ്. BJP-യിലോട്ട് പൊക്കോട്ടെ. ഡൽഹിയിലുള്ള നേതാക്കൾക്ക് BJP-യിലോട്ട് പോകരുത് എന്നുള്ള കാഴ്ചപ്പാടാണുള്ളത്. കേരളത്തിലുള്ള നേതാക്കൾ ഇവരെങ്ങനെയെങ്കിലും BJP-യിലോട്ട് പോയാൽ മതി, ആ ഒരാൾ കുറയുമല്ലോ എന്നുള്ള കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. വാസ്തവത്തിൽ അതുകൊണ്ടാണ് ആദ്യത്തെ പത്രസമ്മേളനം നടന്നപ്പോൾ ഞാൻ പറഞ്ഞത് BJP-യിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കോൺഗ്രസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ ഒപ്പിട്ട് കൊടുക്കുന്ന തസ്തികയിൽ ഇരിക്കുന്നത്. മനസ്സിലായില്ല? അത് അപ്പോൾ സ്വാഭാവികമായിട്ട് BJP-യിലോട്ട് പോവാം, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ എന്നങ്ങ് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിയമവും വട്ടിയൂർക്കാവും ഒക്കെ എടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. എന്താണ് അങ്ങേക്ക് അതിനോടുള്ളൊരു? ഞാനത് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുക, പകരം VS ശിവകുമാറിനെ വിജയിപ്പിക്കണം, K. മുരളീധരനെ വിജയിപ്പിക്കണം. ആ സമയത്ത് VS ശിവകുമാർ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിക്കുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ സമയം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി BJP തീരുമാനിച്ചില്ല. സ്വാഭാവികമായിട്ട് CPM-നകത്തും തീരുമാനമല്ല. CPM-നകത്ത് തീരുമാനമാകാത്ത സ്ഥാനാർത്ഥി ആകാത്തതുകൊണ്ടല്ല, കോൺഗ്രസിനകത്ത് CP ജോണിന് അവസാനം ഇത് വീഴുന്നത് വരെ BJP വെയിറ്റ് ചെയ്തു. എന്നിട്ട് BJP നേരെ ശിവകുമാർ അരുവിക്കര എത്തിയപ്പോൾ അരുവിക്കരയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അത് ഒഴിച്ചിട്ടു. ആരാണെന്ന് BJP ഏറ്റവും അവസാനമാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ശിവൻകുട്ടിയും ഒരുപാട് മുൻപന്തിയിലെത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇവിടെ അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ BJP ഒഴിച്ചിട്ടു. വട്ടിയൂർക്കാവിൽ പ്രമുഖരായിട്ടുള്ള BJPയുടെ നേതാക്കൾ മത്സരിക്കേണ്ട സ്ഥലമാണത്. എന്നാൽ അവിടെ ശ്രീലേഖ IPS-നെ പോലൊരു നിസ്സാരമായ ഒരാളെ കൊണ്ട് ഇട്ടു. അത് സ്വാഭാവികമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് BJP കോൺഗ്രസിൻ്റെ ഒരു ഇക്വേഷൻ വെച്ച് നേമത്ത് രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ അരുവിക്കര VS ശിവകുമാർ
വട്ടിയൂർക്കാവ് കെ മുരളീധരനും ജയിക്കട്ടെ എന്നുള്ള 1:2 ആനുപാതികത്തിൽ ഒരു ഇക്വേഷൻ അവർ വ്യക്തമായി അത് രൂപീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കിപ്പോൾ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു വലിയ അബദ്ധജടിലമായ ഒരു തീരുമാനമായി അവർക്ക് തന്നെ മാറി എന്നുള്ളതാണ്. കാര്യം അത് പുറത്തു വന്നു കഴിഞ്ഞു, ആ ഡീല് പുറത്തു വന്നു കഴിഞ്ഞു. പുറത്തു വന്നപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ആർക്കും ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ ഡീലില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇത് പബ്ലിക് മനസ്സിലാക്കി കഴിഞ്ഞു. പ്രബുദ്ധരാണല്ലോ ജനത, അവരത് മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ഷൻ അടുത്തു. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് LDF ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഇലക്ഷൻ ഇത്ര അടുത്ത് നിന്നിട്ട് പോലും ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് നേരെ പോലും കൃത്യമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതൊരു LDFൻ്റെ ഒരു തുടർച്ചയെ സൂചിപ്പിക്കുന്ന ഒന്നായിട്ട് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് അത് വ്യക്തമായൊരു ഐക്യത്തോടു കൂടിയാണ്, ഒരു ഐക്യത്തോടു കൂടിയുള്ള മന്ത്രിസഭയായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ട്, അത് വേറൊരു ഭാഗത്ത്. പക്ഷേ അതൊരു ഐക്യത്തോടു കൂടിയുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF ആണ് വിജയിക്കുന്നതെന്ന് നമ്മളൊന്ന് കരുതുക. എന്താണെന്നുള്ളത് പിന്നെ ജനം വിധി എഴുതും. എങ്കിലും നമ്മൾ UDF ആണ് ജയിക്കുന്നതെന്നുള്ളത് കരുതുക. മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നതാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത്? 1 മണിക്കൂറിനകത്ത്, ഒരു ദിവസം കൊണ്ട്, ഒരു 2-3 ദിവസം എടുത്താലും മുഖ്യമന്ത്രി തീരുമാനിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ ഇതിനകത്ത് കലാപം ഉണ്ടാവും. ഇനി മുസ്ലിം ലീഗുമായിട്ട് മന്ത്രിമാരുടെ ചർച്ച അവസാനിപ്പിക്കാൻ എത്ര നാളെടുക്കുമെന്നാണ്? 5-ാം മന്ത്രി വിവാദം പണ്ടുണ്ടായല്ലോ, ഇപ്രാവശ്യം 5-ൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. ഇത് പരസ്യമാക്കി ഇപ്പോൾ പറയേണ്ടാത്തത് എങ്ങനെയെങ്കിലും ഭരണം കിട്ടട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ലീഗുമായിട്ടുള്ള മന്ത്രിസഭ ചർച്ചകൾ തീരുമാനിക്കാൻ കഴിയില്ല. അതിനപ്പം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയില്ല, മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിയില്ല. കാര്യം എല്ലാവർക്കും ഓഫർ, എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടില്ല, ഓരോ സ്ഥലത്ത് പോയിട്ടും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലത്തുള്ള എല്ലാ ആളുകളും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കിത് തീരുമാനിക്കാനില്ല. മറിച്ച് അപ്പുറത്ത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ഐക്യത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിജയം. ആ ഐക്യം സ്വാഭാവികമായിട്ട് ഗുണകരമായി മാറി. അത് ചിലപ്പോൾ അത് വീണ്ടും ഗുണകരമായി മാറും എന്നുള്ള ഒരു ധ്വനിയാണ് എനിക്ക് പുറത്തു നിന്ന് കേൾക്കാൻ കഴിയുന്നത്. എനിക്ക് അങ്ങനെ പറയാം, പുറത്തു നിന്ന് കേൾക്കാൻ കഴിയുന്നത് അത്തരത്തിലാണ്. പ്രത്യേകിച്ച് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ഒപ്പോസിഷൻ സ്ട്രോങ് ആകുമ്പോഴാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള ഒരു ഒപ്പോസിഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒപ്പോസിഷൻ ലീഡറായിട്ടുള്ള VD സതീശൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് പോലും എങ്ങനെയാണോ ഒരു ഓപ്പോസിഷൻ ലീഡർ, ഇപ്പം അങ്ങ് കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്, പല മന്ത്രിസഭകളും കണ്ട ഒരാളാണ്. പക്ഷേ ഈ 10 വർഷം കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒട്ടേറെ ആരോപണങ്ങൾ കൊണ്ടുവന്നു. തെളിയിക്കപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വേറൊരു വാസ്തവം. എങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ആരോപണം ഉന്നയിക്കും, അതിനനുസരിച്ച് പിന്നെ കുറേ വിഷയങ്ങളുമായി അദ്ദേഹം അതിൻ്റെ പുറകെ നിൽക്കുമായിരുന്നു. എന്നാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാതോരാതെ സംസാരിക്കും എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും യാഥാർത്ഥ്യമാക്കി അദ്ദേഹത്തിനൊന്നും ഒരു വ്യക്തമായൊരു കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കും. ഭരണപക്ഷത്തിൻ്റെ കുറവുകൾ കണ്ടെത്തി അത് മുന്നോട്ട് വയ്ക്കുന്നതിൽ അദ്ദേഹത്തിന് പരാജയപ്പെട്ടു. അദ്ദേഹം നാളത്തെ ഒരു വിഷൻ, അദ്ദേഹത്തിന് മനസ്സിലൊരു വിഷനുണ്ട്, ആ വിഷൻ അദ്ദേഹം അങ്ങോട്ടേക്ക് പറയും. ഇല്ലെങ്കിൽ പുതിയൊരു കാര്യം അദ്ദേഹം അങ്ങോട്ട് ഒരു ആരോപണം ഉന്നയിക്കും, അതിന് തെളിവ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒന്നല്ലായിരുന്നു കേരളത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ, ഇപ്പോൾ ആരോഗ്യരംഗത്തൊരു പ്രശ്നം ഉണ്ടായി, ആദ്യം എത്തുന്നത് രമേശ് ചെന്നിത്തലയായിരിക്കും. രമേശ് ചെന്നിത്തല വന്ന് കണ്ട് പോയതിന് ശേഷം അപ്പോൾ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തും. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വരും, അദ്ദേഹവും പോകും. അപ്പം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒന്നായിരുന്നില്ല, എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാളുടെ നിയന്ത്രണത്തിലുമല്ല പാർലമെൻ്ററി പാർട്ടി, പലരുടെയും നിയന്ത്രണത്തിലായിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു പരാജയമുണ്ട്. പിന്നെ എപ്പോഴും പ്രതിപക്ഷത്തെ നമ്മൾ വിലയിരുത്തേണ്ട വരുന്നത്, പ്രതിപക്ഷം ഒരു വിഷയം ഏറ്റെടുത്താൽ, ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ ഒരു പരാജയം സംഭവിച്ച ഒരു വിഷയം അത് പ്രതിപക്ഷം ഏറ്റെടുത്താൽ നിയമസഭയിൽ ശക്തമായ അത് വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് അത് എത്തിക്കുക എന്നുള്ള മിഷനറി പാർട്ടി ഏറ്റെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ യുവജന സംഘടനകൾ ഏറ്റെടുക്കാനുള്ളതാണ്. ആ യുവജന സംഘടനകളുടെ പ്രക്ഷോഭവും പാർട്ടിയുടെ പ്രചരണവും നിയമസഭയ്ക്കകത്ത് അത് ഉന്നയിക്കുന്ന ശൈലിയും രീതിയും ഇതൊക്കെയാണ് ഒരു വിഷയത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത്. അതിൽ സമ്പൂർണ്ണ പരാജയമായി പാർട്ടിയും പ്രതിപക്ഷവും മാറി. അത് നമുക്ക് കഴിഞ്ഞ നാളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഐക്യമില്ലാത്ത ഒരു സംവിധാനം, പ്രതിപക്ഷവും പാർട്ടിയും തമ്മിൽ ചേരില്ല. ചേർന്നാൽ തന്നെ രണ്ടും തമ്മിൽ മൗനമായിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാട് അത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് വയനാട് ഫണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം സണ്ണി ജോസഫ് പുറത്ത് പറയുന്ന കണക്കനുസരിച്ച് ഇനി വീട് വെക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നു. അങ്ങ് ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കതിൽ വലിയ ആശങ്കകളാണ്. ഞാൻ ഇപ്പോൾ DGPക്ക് കൊടുത്ത പരാതി അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഞാൻ കേൾക്കുന്ന വാർത്ത. 5,38,00,000 രൂപയാണ് ദേശീയ പ്രസ്ഥാനം, ഒരു ദേശീയ പാർട്ടി വയനാട് പോലൊരു സ്ഥലത്തുണ്ടായ ഒരു ദുരന്തത്തിൽ മരണക്കയത്തിൽ നിന്ന് ജീവൻ്റെ തുടിപ്പുകൾ അവശേഷിച്ചുകൊണ്ട് കടന്നു വന്നവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർക്ക് താമസിക്കാൻ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറഞ്ഞൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിനോട് ആവശ്യപ്പെട്ടപ്പോൾ 5,38,00,000 രൂപയെ കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ അത് വിശ്വസിക്കൂ? ഒരു വെള്ള പേപ്പർ എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എഴുതി കുറിച്ചിട്ട് ആ കണക്ക് കൊണ്ടൊന്ന് വായിച്ചാൽ അത് വിശ്വസിക്കാൻ മാത്രം വിട്ടികളാണോ കേരളത്തിലുള്ള ജനങ്ങൾ? കോൺഗ്രസ് പ്രവർത്തകർ ഒരിക്കലും അത് മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പരാതി പറഞ്ഞത്. എനിക്കിപ്പോഴും ആ വിഷയത്തിൽ എനിക്ക് ഒരു സംശയമുള്ളത്, ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്തല്ലോ, ഈ ആപ്പ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടും ഉണ്ടാക്കിയതല്ല, അത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയെന്ന് പിന്നെ എടുത്തതാണ്. അപ്പോൾ അതിനകത്ത് പ്രൈമറി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം, ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ വിങ് കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിട്ടൊന്ന് സംസാരിച്ചു. കാര്യം എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാത്തതുകൊണ്ട് അപ്പോൾ അറിയാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. അത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് പ്രൈമറി അക്കൗണ്ടായിട്ടൊന്ന് കാണിക്കാം, സെക്കൻഡറി അക്കൗണ്ടും വയ്ക്കാം. സെക്കൻഡറി അക്കൗണ്ട് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും നമുക്ക് കാണിക്കാം. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി അക്കൗണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ട് വെച്ചാൽ ആ എമൗണ്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന നമ്മൾ അയക്കുന്ന പണം, ഇപ്പോൾ 5 കോടി ആണ് ക്ലോസ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ക്ലോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഒരു 2,000 രൂപ അയച്ചാൽ അത് പോകുന്നത് ആദ്യത്തെ അക്കൗണ്ടിലല്ല, രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് പോകും. അവിടെ ഒരു ക്ലോസ് നമ്മൾ ഇത്ര എമൗണ്ട് വെച്ചാൽ അത് കഴിഞ്ഞ് മൂന്നാമത്തെ അക്കൗണ്ടിൽ പോകും. അപ്പോൾ ആദ്യത്തെ അക്കൗണ്ട് ചിലപ്പോൾ KPCയുടെ ആയിരിക്കാം, രണ്ടാമത്തെ അക്കൗണ്ട് KPCയുടെ ആയിരിക്കാം, പിന്നെ അങ്ങോട്ട് വരുന്ന അക്കൗണ്ടുകളൊക്കെ ചിലപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ആയിരിക്കാം. സ്വാഭാവികമായി അങ്ങനെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റും? അത് നിയമപരമായി പോലീസിലൂടെ മൂവ് ചെയ്താൽ മാത്രമേ അവരുടെ ടെക്നിക്കൽ വിങ്ങിന് അത് കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതും അറിയില്ല. കാര്യം പണ്ട് ഇതേപോലൊരു ആപ്പ് ഉണ്ടാക്കി അത് തിരിച്ച് കണ്ടെത്താൻ വേണ്ടി പോയിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് യൂത്ത് കോൺഗ്രസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇതിലങ്ങനെ കണ്ടെത്താൻ കഴിയുമോ? പിന്നെ 5,38,00,000 രൂപ ആണ് ഇവർ കളക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അത് ആപ്ലിക്കേഷൻ വഴി മാത്രമാണോ? ഇല്ലാതെ ഇവർ ബൈ ഹാൻഡ് എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? കേരളത്തിലെ ഏറ്റവും നല്ലൊരു DC പ്രസിഡന്റ് ആയിരുന്നു VS ജോയ്, നമ്മുടെ സുഹൃത്തുകൂടെയാണ്. ആ സമയത്ത് VS ജോയ് കളക്ട് ചെയ്ത പൈസ VS ജോയ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. അതിനകത്ത് ഏകദേശം ഒരു 3 പേര് നൽകിയത് മാത്രമേ 55 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. 3 പേർ നൽകിയ പണം മാത്രം 55 ലക്ഷം രൂപ, അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ വയനാട് ഫണ്ടിൻ്റെ കാര്യം ഒരുപാട് ചർച്ച ചെയ്തല്ലോ. ഒരു സുപ്രഭാതത്തിലാണല്ലോ ഇത് വെല്ലുവിളിയിലോട്ട് പോയി ഇത് പുറത്തേക്ക് പറയുന്നത്. ആ സമയം ഇത് പറഞ്ഞ് ഈ എമൗണ്ട് പറഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സ്ക്രീൻഷോട്ടല്ല, ഒരു സർട്ടിഫിക്കറ്റ് മോഡലാണ്. കാര്യം ഒരു ദിവസം 12 മണിക്ക് മുമ്പ്, ഇത് ക്ലോസ് ചെയ്യുന്ന ടൈമിന് മുമ്പ് നമ്മൾ ഏറ്റവും അവസാനം പിന്നെ അടച്ചു കഴിഞ്ഞാൽ, ആ പൈസ അടച്ചു കഴിഞ്ഞാൽ അന്നത്തെ ടോപ്പ് സ്കോറർ ആരാണെന്ന് നോക്കിയിട്ട് അന്ന് ഏറ്റവും കൂടുതൽ പൈസ ഇട്ട ആരാണോ അയാളുടെ പിന്നെ പേര് വെച്ചുകൊണ്ട് ഒരു കാർഡ് വരും. അപ്പോൾ അതിന് മുകളിൽ അന്നത്തെ അക്കൗണ്ട് ഫുൾ എമൗണ്ടും വരും. അതിൽ 54 കോടി സംതിങ് രൂപ അതിനകത്ത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും
ഇതിനകത്ത് എന്തോ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് അന്വേഷിക്കണം. പിന്നെ ഇതിന് നമുക്ക് സംശയകരമായ രീതിയിലുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ വയനാട് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുൻസി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പ്രതിനിധാനം ചെയ്ത കോൺസ്റ്റിറ്റ്യുൻസിയാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായല്ലോ, ഉത്തരാഖണ്ഡ് പ്രളയം മുമ്പ് ഉണ്ടായല്ലോ. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഡീൻ കുര്യാക്കോസ് പ്രസിഡൻ്റാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 75 ലക്ഷം രൂപയോളം നമ്മൾ ഉത്തരാഖണ്ഡിൽ കൊടുത്തിട്ടുണ്ട് അന്ന്. അപ്പോൾ പിന്നെ ഇതിനകത്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുൻസിയുടെ ആകുന്ന സ്ഥിതിക്ക് ആയിട്ട് വരാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ, നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാളും അപ്പുറം വരും. കാര്യം ഞാൻ ഡൽഹിയിൽ 2 വർഷം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരൊക്കെ എങ്ങനെയെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നേതാക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ തല കാണിച്ചിട്ട് ഞങ്ങൾ ഇത്ര ഇട്ടിട്ടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇത്ര കൊടുത്തു എന്ന് പറയും. വ്യാപകമായിട്ടുള്ള കളക്ഷൻ രാജ്യത്ത് മുഴുവൻ നടന്നിട്ടുണ്ട്. ഈ പണമൊന്നും ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി അറിയില്ല, പ്രിയങ്ക ഗാന്ധി അറിയില്ല, ഇതൊന്നും അറിയാൻ പോകുന്നതുമില്ല. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസവും എനിക്കില്ല. ഞാനത് തീർത്ത് പറയാം. കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടാകും എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇത് കുറേ അധികം നേതാക്കൾ, ഒരു ഗ്യാങ് ഉണ്ട് ഇപ്പോൾ, അതിൽ 2-3 ചെറുപ്പക്കാരൂടെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്, യുവ നേതാക്കൾ. അപ്പോൾ അവർ കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു കോക്കസ്, അതാണ് ഞാൻ പറഞ്ഞ ഒരു കൊള്ള സംഘം, ഇത് അടിച്ചുകൊണ്ട് പോയി. ഇത് അവരുടെ വീടുകളിലെ ആവശ്യത്തിന്, അവരുടെ ധൂർത്തിന്, അവരുടേതായിട്ടുള്ള പബ്ലിസിറ്റിക്ക്, അവരുടേതായിട്ടുള്ള സ്വൈര്യവിഹാരങ്ങൾക്ക് എല്ലാം ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട്. ആരുടെ പണം? ഈ കഷ്ടപ്പെട്ട് ജീവിതം അവസാനിക്കാറായതിൽ നിന്ന് ഒരു തുരുത്ത് പിടിച്ചുകൊണ്ട് കടന്നു വന്ന് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെൻറ് വീട് വെച്ച് കൊടുക്കുന്നു, അപ്പുറത്ത് മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ലേ? നമ്മുടെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അവർ തെരുവോരങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്യുന്ന പൈസ അവർ അക്കൗണ്ടിലിട്ടവരുണ്ട്. ചിലർ വീടുകളിൽ ചെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഇടിയിപ്പിച്ചവരുണ്ട്. അവരൊക്കെ ഈ ഇതിന് മറുപടി പറയാനുള്ളത് അവരല്ലേ? തിരഞ്ഞെടുപ്പിന് പിന്നെ മണിക്കൂറുകളിൽ നിൽക്കുമ്പോൾ അവർ വീടുകളിൽ പോയി ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? അപ്പോൾ അവരെ പോലും ഒരു 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 വിലയും കൊടുക്കാതെ പ്രവർത്തകൻ്റെ ആത്മവീര്യം തന്നെ കെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ സാമ്പത്തിക കുംഭകോണം നടന്നിട്ടുള്ളത്. ശരിക്കും അങ്ങയുടെ ഈ പിൻവാങ്ങലിന് ഈ വയനാട് ഫണ്ടുമായി ഒരു ബന്ധമുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാലം പ്രവർത്തിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം, അതുപോലെ ഷാഫി പറമ്പിൽ, ഇവരുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു ബന്ധം? അല്ല, ഞാൻ എൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പിൻവാങ്ങലിൽ, കോൺഗ്രസിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയതിൽ ഈ വയനാട് ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ല. കാര്യം അത് ബന്ധം ഇല്ലാത്ത കാര്യം എനിക്കറിയാം. ഇതൊക്കെ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ചോദിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളിൽ അത് ചോദ്യം ചെയ്യപ്പെടണം. അതിനുള്ള അവസരം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ ഞാൻ ആ ബന്ധം അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം കത്തി നിൽക്കുമ്പോൾ ഇത് ഞാൻ ചോദിക്കുമായിരുന്നു നേതാക്കളോട് ഞാൻ നിർബന്ധമായി ചോദിക്കും. അതായിരുന്നു എൻ്റെ ക്യാരക്ടർ. കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം, ഒരു നമ്മുടെ മുമ്പിലൊരു കൊലപാതകം നടന്നാൽ നമ്മൾ ആ കൊലപാതകി ആരാണെന്ന് കണ്ടാൽ നമുക്ക് അത് പോലീസിനോടോ നിയമവ്യവസ്ഥയോടോ പറയുന്നതിന് നമ്മൾ എന്ത് മടിക്കണം? അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം അപഹരിച്ചുകൊണ്ട് പോയിട്ട് അത് ആളുകൾക്ക് കൊടുക്കാനുള്ള പണം അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ചോദിക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനുമുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ പാർട്ടി ബന്ധം ഞാൻ അവസാനിപ്പിച്ചതാണ്. പിന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ആയിട്ടൊക്കെ ഉള്ള ബന്ധമെന്ന് പറയുന്നത്, യൂത്ത് കോൺഗ്രസ്സിനകത്ത് ഞാൻ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ആ ചൂണ്ടിക്കാണിക്കും. എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഞാൻ ആ വിഷയങ്ങളെല്ലാം ഓരോന്നായിട്ട് ചൂണ്ടിക്കാണിക്കും. ഷാഫി പറമ്പിൽ അതിന് ഒരു തരത്തിലുമുള്ള വില കൊടുത്തിട്ടില്ല. എൻ്റെ എന്ന് മാത്രമല്ല, ആരുടെ വാക്കുകൾക്കും വില കൊടുത്തിട്ടില്ല. അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വാക്കിന് പോലും വില കൊടുത്തിട്ടില്ല.
ഈ പാലക്കാട് വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, പാലക്കാട് ചിന്തൻ ശിവ. അപ്പോൾ അതിനകത്ത് ഒരു പരാതി ആളുടെ കയ്യിൽ വന്നാൽ, ഇപ്പോൾ ഞാനൊരു ജനപ്രതിനിധിയാണ്, എൻ്റെ കയ്യിൽ ഒരു പരാതി വന്നാൽ ഒന്നുകിൽ ഞാൻ ആ പരാതിപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരു വില കൊടുക്കണം, അതിൻ്റെ പരാതി എന്താണെന്നുള്ളത് പഠിച്ച് അതിന് പരിഹരിക്കാനുള്ള ഒരു സമീപനം ഞാൻ ഉണ്ടാക്കണം. ഇല്ല എങ്കിൽ നിയമപരമായി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ ചെയ്യണം. ഇത് ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിലല്ല, ആർക്കായിരുന്നാലും അത് ബാധകമാണ്. ജനപ്രതിനിധി ആകുമ്പോൾ കൂടും ആ ഉത്തരവാദിത്വം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ആ വിഷയം വലിയ തോതിൽ വഷളായത്. അതിൻ്റെ ദുരന്തഫലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഷാഫി പറമ്പിലിനെ അടക്കമുള്ള ആളുകളുടെ ഈ വിഷയങ്ങൾ ചോദ്യം ചെയ്തതിൻ്റെ ഒരു രാഷ്ട്രീയ ഇരയായി ഞാൻ മാറിയിട്ടുണ്ട് അവരുടെ ബുദ്ധിമുട്ടിൽ. നടി ആക്രമിക്കപ്പെട്ട വിഷയം വന്നു, യൂത്ത് കോൺഗ്രസിനൊരു നിലപാടില്ല, കോൺഗ്രസിനൊരു നിലപാടില്ലായിരുന്നു. അവസാനം പി.ടി. തോമസിൻ്റെ മരണശേഷം ആ വിഷയം ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഏറ്റെടുത്ത് അതിൻ്റെ സമരപരിപാടികളിലെല്ലാം പങ്കെടുത്തു. എതിർപക്ഷത്ത് ആരാണെന്നറിയാം, പ്രബലനാണ്, കോൺഗ്രസ് നേതാക്കളുമായിട്ട് ബന്ധമുള്ള. സ്വാഭാവികമായും അന്ന് ശത്രുതയായി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ വെച്ച ഫ്ലെക്സ് ബോർഡുകൾ, അതിനെതിരെ ഞാൻ ശക്തമായ നിലപാടെടുത്തു. അങ്ങനെ ഒരാളുടെ കൂട്ടുത്തരവാദിത്വമല്ല ഒരു തെരഞ്ഞെടുപ്പെന്ന്, ഒരാളുടെ ഉത്തരവാദിത്വമല്ല, ഒരു കൂട്ടുത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. അതിൽ ശത്രുത കൈവരിച്ചു. പുറത്തുനിന്നുള്ള ഫണ്ടുകൾ സമാഹരിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് ശേഖരണം, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും അത് കഴിഞ്ഞ് ഒരു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഉമ്മൻചാണ്ടി സാർ ഇടപെട്ട് തന്നെ പരിഹരിച്ചിട്ടുമുണ്ട്. കാര്യം നമുക്ക് ശരി അല്ല എന്ന് തോന്നുന്ന കാര്യം നമ്മളത് അവിടെ വെച്ച് പറഞ്ഞു തന്നെ പോകണം. കാര്യം ഇത് ആരുടെയും ഒരാളുടെ വകയല്ലല്ലോ, ഇത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ വിഷയമാണ്. ആളുകൾ റോൾ മോഡലായി കാണുന്ന ആളുകളുടെ സ്വഭാവമാണ്. അപ്പോൾ അതിനകത്ത് ആളുകളെ ഇതിന് കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടുത്തുമ്പോൾ ഒരു 4-5 വനിതാ ഭാരവാഹികളെ ഉൾപ്പെടുത്തി. ഞാൻ പറഞ്ഞത് ശരിയല്ല. കാര്യം യൂത്ത് കോൺഗ്രസിനൊരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റം വഴിയാണ് വരാനുള്ളത്. ഉൾപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനത് ചോദ്യം ചെയ്യാൻ പോയില്ല. അത് പിന്നെ പിൽക്കാലത്ത് അത് വലിയ വിനയായിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത് പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗം ഉമ്മൻചാണ്ടി സാർ ഇടപെട്ടാണ് ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹരിച്ചത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്കരുത് എന്ന് ഞാൻ നേതാക്കളോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളോട്, അന്നത്തെ സംവിധാനം കൈകാര്യം ചെയ്തിരുന്ന നേതാക്കളോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ആക്കരുത്. അതിന് വ്യക്തമായ കാര്യമുണ്ട്, അതവരെ ഞാൻ ബോധ്യപ്പെടുത്തി. അതവർ വിശ്വസിച്ചില്ല, ഞാനത് ബോധ്യപ്പെടുത്തി. അവരത് വിശ്വസിക്കാതിരുന്നിട്ട് ഷാഫി പറമ്പിലിൻ്റെ മാത്രം വാശിയുടെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെച്ച് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടമല്ല, എന്നാൽ കെ.എം. അഭിജിത്തായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവേണ്ടിയിരുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മനസ്സിലും പിന്നെ ഇതിലൊക്കെ കെ.എം. അഭിജിത്ത് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രമായിരുന്നു പ്രവർത്തനം. ഒട്ടേറെ വിഷയങ്ങൾ രാഹുലിനെതിരെ വന്നു. വ്യാജ ഐ ഡി കാർഡ് ഉൾപ്പെടെ വന്നു. വ്യാജ ഐ ഡി കാർഡ് ഉൾപ്പെടെ വന്നിട്ടും അതിനെ മറയ്ക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെ പറ്റി പാർട്ടിയാണ് അന്വേഷിക്കാനുള്ളത്. പാർട്ടി അന്വേഷണം പോലും നടത്താതെ പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിനവരെ സപ്പോർട്ട് ചെയ്ത് ഷാഫി മുന്നോട്ട് പോയി. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് രാഹുലിനെ ഇത്രത്തോളം സംരക്ഷിക്കാനുള്ള കാര്യം? അതിനുശേഷം ഇത്തരത്തിലുള്ള പരാതികൾ ഇങ്ങനെ തുടങ്ങി. പല മേഖലകളിൽ നിന്നും പരാതികൾ കേട്ടു തുടങ്ങി. ഞാൻ ഒരിക്കൽ ഒരു കോൺഗ്രസ് നേതാവിനോട് ഞാൻ പറഞ്ഞു, ഒരു ചെറിയൊരു പരാതി പുറത്ത് കേൾക്കുന്നുണ്ട്, പുറത്തല്ല വളരെ കോൺഫിഡൻഷ്യലായിട്ട് കേൾക്കുന്നുണ്ട്, ഒന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞു. അത് താനായിട്ട് പുറത്ത് പറയണ്ട, അതെങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് പരിഹരിക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞു, ഇത് വലിയ വിഷയമാവും, പാർട്ടി വഷളാവും. പറഞ്ഞു അത് താനായിട്ട് ഒന്നും ചെയ്യണ്ട, ഒന്ന് വായും വെച്ചുകൊണ്ട് നമ്മൾ മിണ്ടായിരിക്കുക. ഞാൻ ഒന്നും മിണ്ടിയില്ല. കുറേ നാൾ കഴിഞ്ഞു ഈ പരാതി പുറത്തു വന്നു. എനിക്ക് അന്ന് വേണമെങ്കിൽ ഞാൻ ഇടപെടാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ ഞാൻ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണല്ലോ, എല്ലാം ഒന്നും മിണ്ടിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് പരാതി രൂപേണ 1, 2, 3 എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളെടുത്ത് വന്നു തുടങ്ങി. അതിനുശേഷമാണ് ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത്. അതിന് ശേഷം ഇവർ നടപടിയെടുക്കാതിരുന്നപ്പോൾ
കോൺഗ്രസിൻ്റെ നേതാക്കൾ, വനിതാ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങി. ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ഉമാ തോമസ്, അതേപോലെ സ്നേഹ ആർ വി യൂത്ത് കോൺഗ്രസിൻ്റെ, സജന ബി സാജൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി. ഈ ശബ്ദിക്കുന്നവർക്കെതിരെ തെറി അഭിഷേകം നടത്തിക്കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ സൈബർ അതിനകത്തിറങ്ങി. അവർക്ക് വാ തുറക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ നിശബ്ദമാക്കി കളഞ്ഞു, സ്വാഭാവികം. അതിനുശേഷം AICCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വൈഫ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുകയാണ്. പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിൻ്റെ ആയുസ് എന്ന് പറയുന്നത് വെറും 5 മിനിറ്റാണ്. ആ പോസ്റ്റ് ഇടുമ്പോൾ ആ വൈഫിന് എന്തെങ്കിലും ഒരു അനുഭവം, ആരുടെയെങ്കിലും അനുഭവം അവരും അറിഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ആ പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് ഇട്ടിട്ട് 5 മിനിറ്റിനകത്ത് KC വേണുഗോപാൽ ഇടപെട്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ആ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയിലിട്ട് കിടക്കുകയാണ്. നടപടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് ഒരുപാട് പ്രഷർ ഉണ്ടായി, അല്ലാതെ അവർ ഇഷ്ടപ്രകാരം നടപടിയെടുത്തല്ല, ഒരുപാട് പ്രഷർ ഉണ്ടായി. ഷാഫി പറമ്പിൽ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയുടെ അങ്ങേയറ്റം സംരക്ഷിച്ചു, ഡൽഹിയിൽ വരെ പിടിച്ചു നിർത്താൻ പറ്റി. അവസാനം ആ നടപടി എടുത്തില്ല എങ്കിൽ പരസ്യമായ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ നടപടിയിലിട്ട് അവർ പോയത്. അല്ലാതെ അവർക്ക് തോന്നിയെടുത്തതല്ല, പരസ്യമായൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നടപടിയെടുത്തത്. നടപടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താണ്? തെറ്റിദ്ധരുത്തി തിരിച്ചു വരുന്നത്. എന്താണ് തെറ്റിദ്ധരുത്താനുള്ളത്? ഇനി 6 പരാതി കയ്യിലിരിക്കുകയാണ്. തെറ്റിദ്ധരുത്തി തിരിച്ചു വരുന്നത്. KC വേണുഗോപാൽ പറയുന്നത് വിഷമമുണ്ടെന്നുള്ളതാണ്. പാർട്ടിയിൽ തിരിച്ച് ഇപ്പോഴും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടമാണ് കോൺഗ്രസിൻ്റെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത്? വിദേശ ഫണ്ടിൻ്റെ വിഷയം ഞാൻ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷാഫി ഇരുന്ന് 2 വർഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, രാഹുൽ ഇരുന്ന് ഏകദേശം 1.5 വർഷം, അങ്ങനെ 3.5 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം എനിക്കറിയാം വ്യക്തമായി. വന്ന കുറേ പൈസകൾ കണക്കുകൾ ചോദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു കണക്കും അതിനകത്ത് വെച്ചിട്ടുമില്ല. രാഹുൽ ഇരുന്ന് 1.5 വർഷം, ആ ഭാരവാഹികൾക്കും കണക്കുകളൊന്നും അറിയില്ല. പക്ഷേ വിദേശത്ത് ബന്ധപ്പെടുമ്പോൾ GCC കൺട്രീസിൽ OICC സ്ട്രോങ് ആണ്, ഓവർസീസ് കോൺഗ്രസ്. അതേപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ വിങ്ങുണ്ട്. എബ്രോഡിൽ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK ഇവിടെയൊക്കെ പിന്നെ ചാപ്റ്ററുകൾ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ നിന്നൊക്കെ പണം വന്നിട്ടുണ്ട്, പണം വിദേശത്തു നിന്ന് പണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ തന്നെ ഷാഫിയുടെ കയ്യിൽ പണം കൊടുത്തു എന്ന് ചിലർ വിളിച്ച് എന്നോട് ഫോണിൽ സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, ഇത് അക്കൗണ്ടിൽ വരണ്ടേ? അപ്പോൾ ഞാൻ ഷാഫിയുടെ കമ്മിറ്റിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഈ പുറത്തുനിന്ന് വിദേശ ഫണ്ട് വരുന്നുണ്ടല്ലോ, ഇത് എന്ത് കാരണത്തിലാണ് വരുന്നത്? കെട്ടിട നിർമ്മാണത്തിനാണോ? അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി പിന്നെ തുടങ്ങണ്ടേ? അപ്പോൾ അതിനൊന്നും ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഈ 3.5 വർഷത്തിന് ശേഷം ഇപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു കണക്കാണ്. UAE ചാപ്റ്റർ കൊടുത്തത് 1,27,00,000 രൂപ UAE നിന്ന് കൊടുത്തിരിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് 99,80,000 രൂപ ജിദ്ദ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഓരോ കൺട്രീസും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലും വന്നിട്ടില്ല, അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല. അപ്പം പിന്നെ അതെങ്ങനെയാണ് വരുന്നത്? ഞാൻ മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് പറഞ്ഞു, ഒരു യുവജന സംഘടനകൾക്ക് ഹവാല ഇടപാടുകൾ നല്ലതല്ല, അത് നല്ല രീതിയല്ല. പണം സ്വീകരിക്കാൻ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. ബിരിയാണി ചലഞ്ച് നടത്തി, അതുപോലെ ന്യൂസ് പേപ്പർ ചലഞ്ച് നടത്തി, അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നോക്കി. പക്ഷേ അതിലൊക്കെ പൈസ അതൊന്നും അക്കൗണ്ടിൽ വന്നിട്ടില്ല. അക്കൗണ്ടുകളിൽ ഇതൊന്നും വരുന്നില്ല. അപ്പോൾ ഈ പണം എവിടെയാണ് പോകുന്നത്? നേരത്തെ കോൺഗ്രസ് നേതാക്കളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ പണം അവർ പിടിച്ച് അവരുടെ വഴിക്ക് കൊണ്ടുപോയി. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ 2 ആളുകളും ഈ പണി ചെയ്യുകയാണ്. വിദേശത്ത് വരുന്ന ഫണ്ട് കളക്ട് ചെയ്ത് അവരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ ബൂസ്റ്റിങ്ങിന് വേണ്ടി, അവരുടെ ആളുകൾക്ക് പിന്നെ നൽകുവാൻ വേണ്ടി, അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികളെ എന്താണ് അതിന് പറയേണ്ടി വരുന്നത്? അത് നമുക്ക് പബ്ലിക്കിനടുത്ത് എങ്ങനെ പറയുമെന്നുള്ളൊരു ആശങ്കയാണ്. കാര്യം പബ്ലിക്ക് ചോദിക്കുന്നത് ഇപ്പോൾ എന്താണ്, ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു വിഷയം ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണല്ലോ. ഫേസ്ബുക്കിൽ താഴെ വന്നിട്ട് ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ വിഷയം ഉണ്ടാകുമോ? ആ കുട്ടികളും അത് ചിന്തിച്ചിട്ടില്ലേ? അവരല്ലേ തെറ്റുകാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഒരാൺകുട്ടി ഒരാണിനോട് ഇഷ്ടം തോന്നി, ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ദയനീയമായ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി പോകുന്നു. ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട്, അതിനെ പ്രണയം നടിച്ചുകൊണ്ട്, അതിനെ
എല്ലാ തരത്തിലും ഉപയോഗപ്പെടുത്തിയതിന് ശേഷം, സാമ്പത്തികമായി ശാരീരികമായി എല്ലാം ഉപയോഗപ്പെടുത്തിയതിന് ശേഷം ഒരു നിഷ്കാരുണ്യം വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ, അപ്പോഴും ആ പെൺകുട്ടിക്ക് അറിയില്ലല്ലോ ഇത് സ്വഭാവം ഇതാണെന്നുള്ളത് അറിയില്ലല്ലോ. ആ പെൺകുട്ടി വിചാരിക്കുന്നത് എന്താണ്, ആ കുട്ടി മാത്രമാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ. അത് കഴിയുമ്പോഴാണ് അടുത്ത ആളുടെ കാര്യം പിന്നെ അറിയുന്നത്. അപ്പം തകർന്നു പോകും സ്വാഭാവികമായി. അങ്ങനെ തകരുന്ന ആളുകളുടെ ഒരു മനോനില ഈ എഴുതി പിടിപ്പിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ കൊട്ടേഷൻ സംഘങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്താവണം, അവരുടെ കുടുംബത്തിൽ ഇതുപോലെ ഒന്ന് സംഭവിച്ചാൽ മാത്രമേ അവർക്കറിയാവൂ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തത് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ മാറ്റരുത്. ഇത് ജനപ്രതിനിധിയാണ്, ഉത്തരവാദിത്തപ്പെട്ട നിയമസഭാ അംഗമാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിലിരുന്ന ഒരാളാണ്. ആ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ജനങ്ങൾക്ക് റോൾ മോഡലാകാനുള്ളതാണ്. അപ്പോൾ അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു MP കൂടെ രംഗത്തിറങ്ങി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ എല്ലാ കാര്യത്തിലും വിദേശ സ്വദേശ സാമ്പത്തിക ഇടപാടുകളിൽ, അതുപോലെ തന്നെ രാഹുലിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം, പാലക്കാട് വീണ്ടും ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷനും, ആ കൗൺസിലറിൻ്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷനും ഈ MP തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മറയായി ഷാഫി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു യുവതലമുറ അത്തരത്തിൽ മാറിയാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാരില്ല, ഒരു ഗവൺമെൻറ് സിസ്റ്റം കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും ഒരു പാർട്ടിക്കകത്ത് ഇത്രയധികം കാര്യങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഇത്രയധികം ഫണ്ട് വെട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഇവർക്കൊരു സർക്കാർ രൂപീകരിക്കാനായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ സാധാരണക്കാരുടെ ഫണ്ട് വെട്ടിച്ച് സ്വയം പുട്ടടിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ്. ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു പെരുമാറ്റം, അതെ, ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത പെരുമാറ്റം. ഒരു പൊതുപ്രവർത്തകന് ആവശ്യമുള്ളത് ജനങ്ങളോട് ഉള്ള പ്രതിബദ്ധതയാണ്. കേവലം ഷോ ഓഫ് മാത്രമല്ല, റീല് ഇട്ട് കൊണ്ട് ആളുകളെ സോഷ്യൽ മീഡിയയിൽ ഇതാക്കുകയല്ല. ഒരാളിനോടൊരു പ്രതിബദ്ധത തോന്നിയാൽ, നമ്മൾ പണ്ടുള്ളവർ പറയും ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. അവർക്ക് നൽകുന്നത് ഒരു ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരെ കാണിച്ച് അതാണ് വലുത് എന്ന് പറഞ്ഞ് ലൈക്ക് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങളോട് ഒരു പ്രതിബദ്ധത കാണിക്കണം, അതിന് വിഷൻ ഉണ്ടാകണം. ആ വിഷൻ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നടപ്പിലാക്കി കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? വികസനം, ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുൻസിയിൽ വികസനം നടത്തണം, അല്ലെങ്കിൽ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസിയിൽ വികസനം നടത്തണം. ആ വികസനം നടത്തണമെങ്കിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഏത് ഗവൺമെൻറ്റാണോ ആ ഗവൺമെൻറ്റുമായി സഹകരിക്കണം. സഹകരിച്ചുകൊണ്ട് ആ നാട്ടിൽ വികസനം കൊണ്ടുവരണം. എവിടെ നിന്നായിരുന്നാലും നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് ഏതൊക്കെ തരത്തിൽ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവിടെയാണ് നമുക്ക് ഒരു സംതൃപ്തി കിട്ടുന്നതും ആ നാടിൻ്റെ വികസനം നടക്കുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇതിട്ടിട്ട് ഞാനാണ് വലിയവനെന്ന് ഞങ്ങൾ തന്നെ പാടി പുകഴ്ത്തിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ള മാർക്കിടലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുകയാണ്. അതോടൊപ്പം തന്നെ അവസാനത്തെ ഒരു ചോദ്യം, ഇത്രയധികം പറഞ്ഞതിൽ നിന്ന് അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു കോൺഗ്രസിൻ്റെ ഒരു ഭാവി? കോൺഗ്രസിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. പക്ഷേ അവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു മിഷനറി ഉണ്ടല്ലോ, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം തകരാറിലാണ്. വാസ്തവത്തിൽ സിസ്റ്റം തകരാറിലായത് കോൺഗ്രസിൻ്റെയാണ്. ആ സിസ്റ്റം ആരാണോ ഇതൊക്കെ എത്തിച്ചു കൊടുത്തത് ക്ലിയർ ചെയ്യാനുള്ളത് അവർ തന്നെ ഹിഡൻ അജണ്ടയുമായി നിൽക്കുന്നിടത്തോളം കാലം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. കേരളത്തിലെ എന്നല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഈ നമ്മുടെ കോഴ ആരോപണമൊക്കെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സീറ്റ് കൊടുത്തതിന് കോഴ ആരോപണമൊക്കെ നേരിട്ട് ഇനിയും ഒരുപാട് കേൾക്കാൻ കിടക്കുന്നു പുറകെ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ഭാവി നേരെ പോയാൽ മാത്രമേ രാജ്യത്ത് BJPക്ക് ഒരു ബദലുണ്ടാകൂ. അത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, അതിനകത്ത് ചിലപ്പോൾ CPMകാരുണ്ടാകും, CPI ഉണ്ടാകും, ബാക്കിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷെ അതിന് കോൺഗ്രസ് വിചാരിക്കണ്ടേ? ഒരേ ഒരാൾ ആണിതിനെ ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരാൾ നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്നുള്ള ആളുമായിപ്പോയി. അതാണ് കേരളത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന അബദ്ധം. കോൺഗ്രസ് എന്ന പാർട്ടി എത്രത്തോളം അധവദിച്ചു എന്ന്
അതിൻ്റെ തന്നെ പ്രവർത്തകനായിട്ട് ഏകദേശം 10-25 വർഷത്തോളം പ്രവർത്തിച്ചു നിന്ന ഒരാൾ പുറത്തു വന്ന് പറയുന്ന സമയത്ത് ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിക്ക് നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കേണ്ട ഫണ്ടുകൾ പോലും വെട്ടിച്ചുകൊണ്ട് അത് കൈക്കലാക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ടാകുന്ന ഒരു പാർട്ടി ഏതെങ്കിലും കാലത്ത് അധികാരത്തിൽ വരിക എന്നതുപോലും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത്രയധികം നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന് നന്ദി.